ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി കൊട്ടിയൂർ അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കാറിൽ പോക്കറ്റ് ടെസ്റ്റ് എടുക്കാൻ രാത്രി 12 മണി 11 മണിക്ക് ആയിട്ടാട്ടോ നമ്മൾ പോണത്. നമുക്കിത് പോക്കറ്റ് ടെസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ധൈര്യമായിട്ട് പോവാം. നല്ല മഴക്കാരുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ രാത്രി ഒരു 11:15 ഞങ്ങൾ ഇറങ്ങിയിട്ട വീട്ടിൽ നിന്ന്. ആ നേരത്ത് ചെറുതായിട്ട് ഒക്കെ മഴ ഉണ്ടായിരുന്നു, നല്ല ശക്തിയിലില്ല, നല്ല ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരുടെ അടുത്തും ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയ വീട്ടിൽ നിന്ന്. ഞങ്ങൾ പിള്ളേരും മൊത്തം ഏറ്റവും ലാസ്റ്റ് സീറ്റിലാട്ടോ ഇരുന്നത്. ഞങ്ങൾ എവിടെ പോകണമെങ്കിലും മാതാവിൻ്റെ അവിടെ പൈസ ഇട്ടിട്ടാണ് പോകാറ്. അപ്പം അതിമൊന്നും തെറ്റിക്കാണ്ട് അവിടെയും പൈസ ഇട്ടിട്ട് തന്നെയാണ് പോയത്. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഏറ്റപ്പോൾ ഇറക്കുക ഒരു 2 മണിക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടാ. അവിടെ ചെന്നപ്പോൾ അമ്പലത്തിൽ പോണ കാരണം മുട്ടയില്ലാത്ത സാധനം കഴിക്കാൻ നോക്കിയത്. അപ്പോൾ നമുക്ക് ജാഗരി എന്നെന്തോ പറഞ്ഞിട്ടൊരു സാധനം, നമ്മുടെ ഈ പഴംപൊരിയുടെ ഒക്കെ മാവില്ലേ, അതിങ്ങനെ വട്ടം ചുറ്റിയിട്ടൊരു സാധനം. കുഴപ്പമില്ല, ആ സമയത്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചു നമ്മളതൊക്കെ. ഈ മഴയിൽ ഞാൻ തനിയെ നമ്മളിപ്പോൾ കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാണ്. ഇവിടെയാണ് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ചായ കൂടി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പോകാം. നമ്മളിപ്പോൾ കാട്ടിമൂല എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ചായ കുടിക്കാൻ അറിയുക. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഒരു റൊട്ടി ഉണ്ട്. റൊട്ടി അതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചിട്ടൊരു സാധനം. അപ്പം നമ്മൾ അടുക്കളയിൽ പോയിട്ട് അതൊക്കെ നോക്കി എന്നിട്ട് അതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇനി നമുക്ക് അവിടെ എത്താനായിട്ട് ഒരു 5-10 കിലോമീറ്ററൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫുൾ സെറ്റപ്പിലായിരുന്നു ഇവിടെ പോയത്. ഞങ്ങൾ പുതപ്പൊക്കെ കൈ പിടിച്ചു. അത് കാരണം ബാക്ക് സീറ്റ് ഒക്കെ ചാരിട്ടിരുന്ന് നല്ല ഉറക്കം ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ട് നേരൊക്കെ തുടങ്ങിയിട്ടാണ്. അവിടെ രാവിലെ ഇപ്പോൾ ചോരമൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ നല്ല മഞ്ഞായിരുന്നു, നല്ല മൂടൽ മഞ്ഞായിരുന്നു. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു പോകുമ്പോൾ. അത് കാരണം കുറേ റോഡൊക്കെ ഒരു ഉദ്ദേശം വെച്ചിറങ്ങി ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടോ ഒരു 6:30 നമ്മളവിടെ എത്തിയപ്പോൾ. ഇതിൻ്റെ സീസണായ കാരണം നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ. പിന്നെ ഇവിടെ ഇക്കരെ അക്കരെ എന്ന് പറഞ്ഞിട്ട് 2 ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ പുഴയിൽ കുളിച്ചിട്ട് വേണം അമ്പലത്തേക്ക് കയറാനാണ് ഇവിടെ പറയണത്. അപ്പോൾ അവിടെ കണ്ടോ നിറച്ച ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ആ സമയത്ത് ഒഴുക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അത് കാരണം എല്ലാവരും നന്നായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിലോട്ട്. മഴയൊക്കെ പെയ്ത കാരണം നല്ല വെള്ളമൊക്കെ കലങ്ങിയിട്ട് കിടക്കണ്ടായിരുന്നു, ചെളിവെള്ളം പോലെയൊക്കെയായിരുന്നു. അത് കാരണം നമ്മളങ്ങനെ മെയിൽ നനഞ്ഞൊന്നുമില്ല, ജസ്റ്റ് കൈയും കാലൊക്കെ കഴുകിയിട്ട് നമ്മൾ അവിടെ നിന്ന് കയറി. ഇവിടുത്തെ ഒരു അമ്മ പറഞ്ഞതാണ് കേട്ടോ, ആ പുഴയത്തെ കല്ലെടുത്തിട്ട് ഇങ്ങനെ ഉറച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചന്ദനം വരുന്നതാണ് പറയുന്നത്. നമുക്ക് അതിൽ ചന്ദനം വന്നു, പക്ഷെ ചന്ദനത്തിൻ്റെ മണമില്ല, അത് ഇങ്ങനെ കളറൊക്കെ വന്നു. അതൊരു ഭയങ്കരതായിട്ട് തോന്നി എനിക്ക്.
അപ്പോൾ നമ്മൾ ഈ പുഴ കടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിനോട് ഒരു ഇരുമ്പിൻ്റെ പാലൊക്കെ ഇട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ നടക്കണ വഴിയിൽ ഫുള്ള് വെള്ളമാണ്, വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ നടക്കണത് തന്നെ ഫുള്ള്. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കൊട്ടിയൂർ അമ്പലം എന്ന് പറയുന്നത്. കാരണം ഫുള്ളിങ്ങനെ ഓലോണ്ട് മേഞ്ഞിട്ടുള്ളതാണ് അവിടുത്തെ ഇത്. അതിൻ്റെ ഉള്ളിലൊന്നും കയറി നമുക്ക് ശരിക്കും തൊഴാൻ പറ്റിയില്ല. പിന്നെ നട തുറന്ന സീസണായ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെയൊക്കെ കണ്ട ഇങ്ങനെ ഓരോ കുഞ്ഞ് ഓലപ്പരകൾ പോലെ ഇങ്ങനെ ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെ സംഭവങ്ങളെന്നൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ആകെ മഴ പെയ്ത് ചവിട്ടിയിട്ടൊക്കെ ആകെ അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഫുൾ ചെളി കൂടിയാണ് നടക്കുന്നത് അവിടെയൊക്കെ. നമ്മൾ അക്കരക്കാണ് കേട്ടോ അപ്പോൾ പോയത്. അക്കരക്കാവിൽ പോയി നമ്മൾ തൊഴുതു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറി തൊഴാനുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിൽക്കുമ്പോൾ ഒരു 5-6 മണിക്കൂറൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് അപ്പത്തെ വഴി കൂടെ പോയിട്ട് ചുറ്റും പിന്നെ കണ്ട ബാലാമുടി പോലെ തോന്നുന്നു. ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കോട്ട് കൈ പിടിച്ചിട്ട് പോന്നാൽ മതി. കുട പിടിച്ചിട്ട് ആൾക്കാരെ ഒന്ന് ചീത്ത മേടിക്കാൻ നിൽക്കുക. അപ്പോൾ ഓക്കെ, പോയിട്ടുള്ളവർ ഇതിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് പോകുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ പുഴയിൽ ഒഴുക്ക് നന്നായി കൂടി. അത് കാരണം അധികം അങ്ങനെ ആൾക്കാരൊന്നും ഇറക്കുണ്ടായിരുന്നില്ല കേട്ടോ. പോലീസുകാരൊക്കെ വന്നിട്ട് മാക്സിമം ആൾക്കാരെ കരയ്ക്ക് കയറ്റി തുടങ്ങി. ഇന്നലെ ഒരു കുട്ടിയൊക്കെ ഇതിൽ ഒഴുകി പോയി, എന്നിട്ട് രക്ഷപ്പെടുത്തി എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് മഴ മാറിയിട്ട് വേണം നമുക്ക് വേറെ അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്തു, അവിടെ അടുത്തൊരു ചെറിയൊരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ അവിടെ ഫുള്ളിങ്ങനെ ഓരോ കുട്ടി സാധനങ്ങൾ, ഇങ്ങനെ കട്ടർ, റബ്ബർ, പെൻസിൽ, പേന, ഇതൊക്കെ ഓരോ വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. കുറേ കണ്ട കത്രികയുള്ള പേനയൊക്കെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഒരു റൊട്ടി നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഈ ഓടപ്പൂ എന്ന് പറയുന്നത്. ഇത് ഓട എന്ന് പറഞ്ഞിട്ടൊരു മുള പോലത്തെ ഒരു സാധനമാണ്. അത് ഇടിച്ച് പിന്നെ ചീകിയിട്ടൊക്കെയാണ് ഇങ്ങനെയാക്കി വരുന്നത്. ഇത് അവിടുത്തെ ഒരു പ്രസാദം പോലെയായിട്ടൊക്കെ ആണ് പറയുന്നത്. നമ്മളതൊക്കെ മേടിച്ചു കൂട്ടാം. നമ്മളിനി മേൽക്കാവിക്കാണ് പോകുന്നത്. മഴയ്ക്കൊന്നും ഒരു കുറവുമില്ല, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിട്ട് നിൽക്കുമ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഉള്ളിലേക്ക് കയറിയില്ല. പിന്നെ ഒന്നാമത് അവിടെ നട അടച്ചിട്ടേക്കായിരുന്നു. അത് കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. പുറത്തുനിന്ന് ജസ്റ്റ് തൊഴുതിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് തന്നെ നല്ല ചുക്ക് കാപ്പി ഒക്കെ കിട്ടി. അതൊക്കെ കുറച്ച് ഉഷാറായിട്ടോ. കഴിഞ്ഞ് നമ്മൾ നേരെ തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകാനായിട്ട് വണ്ടി കാത്തിട്ട് ഞങ്ങളൊരു 1-2 മണിക്കൂറോളം അപ്പം മഴയത്ത് നിന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെയർ കണ്ടപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ ഓടപ്പം ഉണ്ടാക്കുന്നതൊക്കെ കണ്ടത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി വന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് തന്നെ അടുത്ത രസം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരാനായിട്ട് ബ്ലോക്ക്. അവിടെ ഒരു 3-4 മണിക്കൂറോളം നിന്ന് ഞങ്ങൾ.
അത്രയും നേരം വണ്ടിയിലിരുന്നു. പുറത്താണെങ്കിൽ മഴയുണ്ട്, അതിൻ്റെ ഇടയിൽ ആംബുലൻസ് പോകുന്നു, ഫുൾ ബ്ലോക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പാട്ടൊക്കെ കേട്ടിരുന്നു കേട്ടോ. അങ്ങനെ നീണ്ടൊരു ബ്ലോക്കിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നെ പോണ വഴിക്ക് നല്ല മഴ കിട്ടി. നല്ല മഞ്ഞും ഉണ്ടായിരുന്നു, നല്ല മൂടൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 2 മണി ഒക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും നമ്മൾ പോയി. നമ്മൾ വയനാട് കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അത് കാരണം പോണ വഴിക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റിയില്ല, നല്ല മഴയുള്ള കാരണം. അപ്പം അത് കാരണം നമ്മൾ വേഗം പോയി. പിന്നെ പോണ വഴിക്ക് നമ്മൾ മുളയരി പായസത്തിൻ്റെ ബോർഡ് കണ്ട്. അപ്പം അത് നമ്മൾ മേടിച്ചു കുടിച്ചു. ടേസ്റ്റ് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ വയനാട് ചുരം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ചിക്കൻ റോള് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാടമുട്ട റോസ്റ്റ് ഇതൊക്കെ കഴിച്ചു കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് ഒരു പെട്രോൾ പമ്പിൽ എത്തിയേക്കാം നമ്മൾ വാഷ്റൂമിൽ പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തന്നെ വീട്ടിൽ കേട്ടാൻ പോകുന്നത്. നമ്മൾ ഇതിനിടയിൽ കുറേ നേരം കിടന്ന് ഉറങ്ങി, നല്ല ഉറക്കം ഉറങ്ങി. ഇവിടെ കിടന്നങ്ങടെ ഉറങ്ങി. ഇപ്പൊ സമയം 7 മണിയായിട്ടാ. നമ്മളിപ്പോഴും കോഴിക്കോട് എത്തിയിട്ടുള്ളൂ. കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് ഏറെക്കുറെ ഒരു 1-2 മണിക്കൂറിന് ടൈം എടുക്കും. അപ്പം നമ്മൾ പോണ വഴിക്ക് ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടാ. നമ്മളപ്പോൾ തട്ടുകടയിൽ നിന്നാണ് കഴിച്ചത് രാത്രിയത്തെ ഫുഡ്. രാത്രി നമ്മൾ ഒരു പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഇതൊക്കെ മേടിച്ച് തിന്നു, ഒരു ആംപ്ലേറ്റൊക്കെ മേടിച്ച് കഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ കൊട്ടി ഒടിച്ച പണി കഴിഞ്ഞിരിക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മൾ വീടെത്തി. ഇപ്പോൾ സമയം 10:45. നമ്മളപ്പോൾ വീടെത്തി. അപ്പോൾ ബൈ. നാളെ ക്ലാസ്സിൽ പോകണം. ബൈ. ഇന്നത്തെ ഇത്രയുള്ളൂ.